വഅന്നഹു ഹുവ അദ്ഹക വഅബ്കാ. ആ വീടിന്റെ ഉള്ളിൽ ചിരി പുലരാനാണ് അല്ലാഹു നിങ്ങൾക്ക് ഇണയെ തന്നത്. എങ്ങനത്തെ ഇണ? നിങ്ങൾക്ക് കണ്ണിന് കുളിർമ നൽകുന്ന ഇണ. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. വല്ലദീന യഖൂലൂൻ, ഇങ്ങനെ പറയുന്ന ചില ആളുകളുണ്ട് നബിയേ. ഇങ്ങനെ പറയുന്ന ആളുകൾ അവരെനിക്കിഷ്ടപ്പെട്ടവരാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ, അല്ലാഹുവേ ഞങ്ങളുടെ ഭാര്യമാരിലും ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ, വദുർരിയാതിനാ ഞങ്ങളുടെ മക്കളിലും നീ ഞങ്ങൾക്ക് തരണമേ ഖുർറത അഅ്യുനിൻ, കണ്ണിന്റെ കുളിർമ തരണേ പടച്ചവനെ. കണ്ണിന്റെ കുളിർമ തരണം. ഒരു ഭാര്യ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടില്ല, ഇപ്പോഴും കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരനാണെങ്കിൽ ദുആ ചെയ്തോ. നല്ല സന്തോഷമുള്ളൊരു ഭാര്യയെ കിട്ടണമെങ്കിൽ ഇത് ദുആ ചെയ്തോ. നീ ഹയർ സെക്കൻഡറി സ്കൂളിന് മുമ്പ് പോയി വായ പൊളിച്ച് നിൽക്കണ്ട, അതുകൊണ്ടൊന്നും സന്തോഷം വരില്ല. അതിന് നീ ദുആ ചെയ്തോ. ഈ ദുആ പഠിച്ചേക്കണം. സൂറത്തുൽ ഫുർഖാനിലെ 73 എന്നാണ് എന്റെ ഓർമ്മ, അത് തെറ്റാണെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞരണം. സൂറത്തുൽ ഫുർഖാൻ 73ാമത്തെ ആയത്താണത്. 73 83 ഒന്ന് നോക്കിയാരെങ്കിലൊക്കെ. റബ്ബന വല്ലദീന യഖൂലൂൻ, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവരാണ്. വല്ലദീന യഖൂലൂന റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ. വല്ലദീന യഖൂലൂൻ, ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് ഈ ദുആ പഠിക്കണം. ഈ ദുആ ദ്വാരുന്നാലല്ലേ ആ ഇഷ്ടപ്പെട്ടവരിൽ പെടുള്ളൂ. പഠിച്ചൂടെ? പഠിക്കാം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. ഇങ്ങനെ ദുആ ചെയ്യണം. അല്ലാഹുവേ ഞങ്ങളുടെ ഇണകളിൽ നീ കൺകുളിർമയെ തരണേ. ഇണകളിൽ നിന്ന് കൺകുളിർമയെ തരണേ. സൗജിന്റെ ഏറ്റവും വലിയ അത്ഭുതം അതാ. സൗജ് എന്ന് പറഞ്ഞാൽ ഭർത്താവ് എന്നർത്ഥം വരും, ഭാര്യ എന്നർത്ഥം വരും. അതിന്റെ പ്ലൂരലാണ് അസ്വാജ്. 74ാമത്തെ ആയത്ത് സൂറത്തുൽ ഫുർഖാനിലെ 74ാമത്തെ ആയത്ത്. അങ്ങനെയൊക്കെ ആകുമ്പോൾ ആ മൊബൈലിന് അള്ളാഹ്ക്ക് ശുക്ർ ചെയ്തു എന്നാണ് അർത്ഥം. ഒരു മൊബൈൽ വാങ്ങി, ആൻഡ്രോയിഡ് പ്രോഗ്രാം ഉണ്ട് അല്ലേ, ഐഫോൺ ഉണ്ട്, നിങ്ങൾ ഖുർആൻ അതിൽ ഡൗൺലോഡ് ചെയ്തു, ഖുർആൻ നോക്കിയാ അല്ലാഹ്, ആ മൊബൈലിന് അള്ളാഹ്ക്ക് ശുക്രായി. അൽഹംദുലില്ലാഹ്. നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് എന്നിട്ടൊന്നും അള്ളാഹ് കൂലിട്ടൂലേ, നല്ല ഖുർആനോ ദിക്റൊക്കെ ഡൗൺലോഡ് ചെയ്തോളേ, എന്നിട്ടത് മുതലാക്കുക. അള്ളാഹ് ചോദിക്കൂലേ എന്താ എനിക്ക് ഇതെന്ന്? നിനക്ക് ഞാനൊരു മൊബൈൽ വാങ്ങാനുള്ള ഏർപ്പാടൊക്കെ തന്നില്ലേ? ഒരു മാമൻ ഗൾഫിൽ, ഒരു കാക്ക അവിടെ, ഒരു ജ്യേഷ്ഠൻ ഇവിടെ, ഒരു വാപ്പ അവിടെ, അവർക്കൊക്കെ പറഞ്ഞില്ലേ ഫോൺ വേണമെന്ന് കൊണ്ടു തന്നില്ലേ? എനിക്കെന്ത് നീ ചെയ്തു? ഐപാഡ് വേണമെന്ന് വാങ്ങിച്ചു കൊടുത്തു. നീ കുറെ ഗെയിം അങ്ങ് ഡൗൺലോഡ് ചെയ്തല്ലേ? അള്ളാഹുവിന് വേണ്ടി നീ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള എന്ത് പ്രോഗ്രാം അതിലുണ്ടായിരുന്നു? ചോദ്യം വരും. നിങ്ങളിങ്ങനെ പ്രാർത്ഥിക്കണം. അസ്വാജിന, ഞങ്ങളുടെ ഇണകളിൽ കൺകുളിർമയെ തരണേ. വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ, പടച്ചവനെ ഞങ്ങളെ മുത്തഖീങ്ങൾക്ക് ഇമാമായി നിൽക്കാൻ പറ്റിയവരാക്കി തരണേ. മുത്തഖീങ്ങൾക്ക് ഇമാം. എന്താ ഇമാമ് ചെയ്യുക? ഇമാം എന്താണോ ചെയ്യുന്നത് അത് മഅ്മൂം ചെയ്യും. അതല്ലേ ഇമാം മഅ്മൂം എന്ന് പറഞ്ഞാൽ? അതല്ലേ ഇമാം ചെയ്താൽ നമ്മൾ ചെയ്യും. ഇമാം മുമ്പിൽ നിൽക്കുന്ന ആളാ. ഇന്നമാ ജുഇലൽ ഇമാമു ലിയുതമ്മ ബിഹി. അപ്പൊ പടച്ചവനെ ഞാൻ ഇമാമാവണം, ഇവരിന്റെ മഅ്മൂമിങ്, അപ്പൊ എന്നെ കണ്ടു പഠിക്കണം എന്റെ മക്കള്. വാപ്പാക്ക് റിസർവ് പോലും കള്ളൂടി നിർത്താൻ പറ്റിയിട്ടില്ല, മക്കൾ നിർത്തണമെന്ന് വാപ്പാക്ക് വലിയ ആവശ്യമാണ്, നടക്കാൻ പോണില്ല. എന്നെ കണ്ട് എന്റെ മക്കൾ പഠിക്കണം, അതിന് ഞാൻ അവർക്ക് ഇമാമാകണം. ഇതെങ്ങാനും ദ്വാരനാപ്പ് സിസറൊക്കെ നിർത്തേണ്ടി വരുമോന്നപ്പോ മനസ്സിൽ വരുന്ന വേജാറില്ലേ? ദ്വാരനെങ്ങാനും കുടുങ്ങിപ്പോയാലോ? പൊന്ന് ചങ്ങാതിമാരെ, നീയത്തെങ്കിലും ഉണ്ടായിക്കൂടെ? ഒരു നീയത്തുണ്ടായിക്കൂടെ? എനിക്കുള്ള തൗഫീഖ് ഏതാ, ഞാനത് ചെയ്യും. ഒരു നീയത്ത് വേണ്ടേ? നല്ല അല്ലാഹു ആ വഴി എളുപ്പാക്കി തരുള്ളൂ. കൺകുളിർമ കിട്ടണമെങ്കിൽ കുടുംബജീവിതത്തിൽ മക്കൾ വേണം. ഭാര്യയും ഭർത്താവും അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കുന്ന ആളുകളാകണം. ഭാര്യയും ഭർത്താവും മുസ്ലിമാവണം. ഒന്ന്,
അതുകൊണ്ടാ ഒരു മുസ്ലിമായ പെൺകുട്ടി ഒരു ഹിന്ദുവിന്റെ കൂടെയോ ക്രിസ്ത്യാനിന്റെ കൂടെയോ മതമില്ലാത്തവന്റെ കൂടെയോ ഓടിപ്പോയാൽ ഓടിപ്പോകുന്നത് തന്നെ ഹറാം. അങ്ങനെ ഓടിപ്പോയത് ഒരു അമുസ്ലിമിന്റെ കൂടെയാണെങ്കിൽ അവരുടെ വിവാഹം ഹലാലല്ല, അവരുടെ കല്യാണം ഹലാലല്ല, അവരുടെ കുടുംബജീവിതം അള്ളാഹു പൊരുത്തപ്പെടില്ല. അവർ ചെയ്യുന്നത് മുഴുവനും ഹറാം. അത് മുസ്ലിമിന്റെ കൂടെ പോയാലും ഹറാമാണ്. മുസ്ലിം ഒരു അമുസ്ലിം നമ്മൾ കല്യാണം കഴിച്ചു എന്ന് വിചാരിക്കും, കല്യാണം ശരിയാവോ? രജിസ്റ്റർ മാരേജ് ചെയ്താൽ രജിസ്റ്റർ ഓഫീസ് സ്വീകരിക്കേ അള്ളാഹ് സ്വീകരിക്കൂല എന്നാ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അള്ളാഹ് സ്വീകരിക്കൂല. എന്തേ? രണ്ടുപേര് യോജിക്കണം, അപ്പോഴേ ഇണ അസ്വാജ് എന്ന് പറയുള്ളൂ. കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ വിഷയം അള്ളാഹുവിന്റെ വിഷയത്തിൽ അവർ ഒന്നിക്കണം. അവർ കുടുംബജീവിതത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യങ്ങൾ രണ്ടെന്നാണ് ശർഅ പറയാ. രണ്ട് ലക്ഷ്യങ്ങളാണ്. ഒന്ന്, രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ച് അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കാൻ സൗകര്യപ്പെടുത്തുക. കാരണം ഭാര്യ ഉണ്ടായാൽ ഞാൻ വ്യഭിചാരത്തിലേക്ക് പോകില്ല, അവളുണ്ടായാൽ അവൾ എന്നെ സഹായിക്കും, അവൾ എനിക്ക് എന്റെ ഇബാദത്തിന് സഹായകമായി തീരും. അള്ളാഹുവിന് വേണ്ടി ഒരുമിക്കാൻ. പിന്നെ വിവാഹത്തിന്റെ മറ്റു ലക്ഷ്യം എന്താണ്? മക്കളുണ്ടാവണം, തലമുറ നിലനിന്നു പോകണം, മനുഷ്യവംശം ഇവിടെ നിലനിൽക്കണം, സന്താന സൗഭാഗ്യമുണ്ടാകുന്നത്. ഈ രണ്ട് സന്തോഷങ്ങളാണ് കുടുംബജീവിതത്തിന്റെ ആദ്യത്തേതും അവസാനത്തേതും. അതുകൊണ്ട് ദുആ ചെയ്തേക്കണം, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ, റബ്ബേ ഞങ്ങളുടെ മക്കളിൽ, ഞങ്ങളുടെ ഭാര്യമാരിൽ നീ തരയണമേ. ആണുങ്ങൾ ദ്വാരക്കുമ്പോ പെണ്ണുങ്ങൾ ദ്വാരക്കാണ് എന്താ പറയാ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ, അല്ലാഹുവേ എനിക്കൊരു ഭർത്താവിനെ നീ നൽകുമെങ്കിൽ ആ ഭർത്താവിനെ സൗജാക്കി തരണേ അല്ലാഹ്. ഒന്ന് സൗജാക്കി തരണം എന്നായി. എങ്ങനെ? ഞാനും അയാളും അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്നവരാകണം. ഏതെങ്കിലും ഒരാൾ യുക്തിവാദിയായി പോകാതെ കാക്കണം, ഏതെങ്കിലും ഒരാൾ മറ്റു മതത്തിലേക്ക് പോകാതെ കാക്കേണമേ. ഞങ്ങളെ ഇണകളാക്കി തരേണമേ. ഖുർറത അയുനിൻ, കണ്ണിന്റെ കുളിർമ തരേണമേ. ഞങ്ങൾ ഇണകളാവുകയും ആ ഇണകളിൽ കണ്ണിന്റെ കുളിർമ തരണേ എന്ന് ദുആ ചെയ്യുന്ന ആളുകൾ അല്ലാഹുവിന്റെ ഇബാദുർ റഹ്മാൻ, കാരുണ്യവാനായ അല്ലാഹുവിന്റെ വളരെ ഇഷ്ടപ്പെട്ട അടിമകളിൽപ്പെട്ടവരാണ്. വിവാഹത്തിന്റെ മുമ്പ് ഇങ്ങനെ ദുആ ചെയ്യണമെന്ന. കല്യാണം കഴിഞ്ഞു ഇതൊന്നും അറിയില്ല പടച്ചോനെ, അങ്ങനെ കുറെ ലവ് അഫെയർ ഒക്കെ ആയിട്ട് കുറെ കാലം ചാടിച്ചിട്ട് ഓടിച്ചിട്ടൊക്കെ നടന്നിട്ട് പിന്നെ കുറച്ച് കല്യാണ കുടുംബക്കാരൊക്കെ കൂടി കെട്ടിച്ചു കൊടുക്കുക. ഇപ്പൊ എന്ത് ചെയ്യും? ഏറ്റവും വലിയ ഭയങ്കരമായ ഇതിൽ ഭീതിജനകമായ വിഷയം പെൺകുട്ടി ആൺകുട്ടി തമ്മിൽ യോജിക്കുക. നമ്മളെ ഒരു വ്യഭിചാരങ്ങൾ ചെയ്തേക്ക, എന്നാ പിന്നെ പെരക്കാർക്ക് എന്തായാലും ഉറപ്പായില്ല, ഇനി കുട്ടി ഉണ്ടാവാൻ പോവല്ലേ, എന്നാ കെട്ടിച്ചെന്നോളൊന്ന്. എന്താണ് ആ കുടുംബമൊക്കെ? അതൊക്കെ അള്ളാന്റെ മനുഷ്യർ ചെയ്യേണ്ട പണിയാണോ? പിന്നല്ലേ മുസ്ലിം ചെയ്യുന്നത്? എന്നിട്ട് എങ്ങനെ അള്ളാഹു ഈ കുടുംബത്തെ സന്തോഷം തരും? ഈ കുട്ടി വലുതായി കഴിഞ്ഞാൽ കുട്ടി തിരിയൂലേ? ഉമ്മാന്റെ കഥയൊക്കെ എന്റെ ഉമ്മയും വാപ്പ ഇങ്ങനെ കല്യാണം കഴിച്ച് ഈ കുട്ടിക്ക് പിന്നെ എന്ത് സൽക്കർമ്മമാണ്, എന്ത് മാതൃകയാണ് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത്? എന്ത് മാതൃകയാണ് ഈ കുട്ടിക്ക് തന്റെ ഉമ്മയിൽ നിന്ന് പഠിക്കാനുണ്ടാവുക? ഇവരൊക്കെ ഓടിച്ചാടി നടന്ന വാപ്പയാണ്, ചാടിച്ചു പോകുന്ന ഉമ്മയാണ്. എന്താണ് ഇവരിന്ന് മക്കൾക്ക് പഠിക്കാൻ? ഇവരൊക്കെ ഒരു കാലത്ത് ഉമ്മയാവൂലേ? ഈ പോണോലൊക്കെ അവർക്ക് മക്കൾ ജനിക്കൂലേ? അവർക്കിനി ജീവിക്കണ്ടേ? ജീവിതം മുമ്പിൽ കിടക്കല്ലേ? ദുആ ചെയ്തേക്കണം, അല്ലാഹുവേ അങ്ങനെ ഒരു അപകടവും വരാതെ എന്റെ മക്കൾക്ക് നന്മ വരേണമേ എന്ന് ചിന്തിക്കുന്ന വാപ്പമാര് ദുആ ചെയ്തോളൂ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ, ഒന്ന് ഉറക്കെ ചൊല്ലിൻ, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. നിങ്ങൾ ചൊല്ലിയപ്പോ ചൊല്ലിയില്ല, ഞാൻ കേൾക്കണില്ല. ഞാൻ മൈക്ക് പറയല, നിങ്ങൾ ചൊല്ലി ഉറക്കെ ചൊല്ലിയാട്ടെ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. പഠിക്കാൻ വല്ല പ്രയാസമുണ്ടോ? ഉണ്ടെങ്കിൽ സൂറത്തുൽ ഫുർഖാൻ 74-ാമത്തെ ആയത്ത് എടുത്തു നോക്കി, അവിടെ കാണും. വല്ലദീന യഖൂലൂന എന്നുണ്ടാവും അതിന്റെ മുമ്പ്. ദുആലക്കും റബ്ബ, അതിന്റെ ശേഷമുള്ള റബ്ബന മുതൽ ചൊല്ലിയാൽ മതി. صلوا على النبي محمد وآله اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه.